അവനവിടെ നെയ്യോടിയാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം പെണ്ണിനെ കൊണ്ട് നെയ്യപ്പം ചുടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നെയ്യപ്പം ഒറ്റ സംഖ്യയിലാണ് ചുടേണ്ടുള്ളത്. അതായത് 1, 3, 5, 7 അങ്ങനെ നീണ്ടുപോകാം. അപ്പം നമ്മളൊരു 7 നെയ്യപ്പം ചുടാനാണ് ഉദ്ദേശിച്ചത്. നെയ്യപ്പം പൊങ്ങി വരുന്നതും പൊട്ടിപ്പോകുന്നതൊക്കെ വെച്ചുകൊണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ അത് പുറത്തേക്ക് വരുമോ ഇല്ല എന്നൊക്കെ നിർണ്ണയിക്കുന്നതേ പടച്ചോനാണെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം നെയ്യപ്പമായി മാറി. നെയ്യപ്പം, ഗർഭിണി പെണ്ണ് പൊരിക്കുന്ന നെയ്യപ്പം അത് പൊന്തി വന്നാൽ, അത് പൊട്ടിപ്പോയാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. ആ കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മൾ വേദനയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റത് പലതും കാണാം നമുക്ക്. നെയ്യപ്പം ഒറ്റ സംഖ്യയിലാണ് ചുടേണ്ടുള്ളത്. അതായത് 1, 3, 5, 7 അങ്ങനെ നീണ്ടുപോകാം. ഗർഭിണി പെണ്ണ് പൊരിക്കുന്ന നെയ്യപ്പം ഉണ്ടല്ലോ, അത് ഒറ്റ സംഖ്യയിൽ തന്നെ ആകണമെന്നുള്ള ഈ സുന്നത്തായ കർമ്മത്തിന്റെ ഷർത്താണ്, നിബന്ധനയാണ്. ഇതില്ലെങ്കിൽ ഈ ഒറ്റ സംഖ്യയിൽ നിന്ന് വിഭിന്നമായാൽ ഒരുപക്ഷെ ഇത് 7 വൻഭാഗങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെടാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി മാസം തികയാതെ ചിലപ്പോൾ പ്രസവിച്ചു പോകും. അങ്ങനെയൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ടപ്പ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പെങ്ങള് പ്ലാവിലയിൽ നമ്മൾ നാരങ്ങ നീര് കൊടുക്കുക എന്നുള്ളതാണ്. നാരങ്ങ നീര് കൊടുത്തതിന് ശേഷം അത് 3 പ്രാവശ്യം തലക്കുഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കളയും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. അതെ, 3 പ്രാവശ്യം തന്നെ തലക്കുഴിയണം. 3-ൽ കുറയുകയോ 3-ൽ അധികരിക്കുകയോ ചെയ്യാൻ പാടില്ല. 3-ൽ കുറഞ്ഞാൽ കറാഹത്തും 3-നേക്കാൾ കൂടിയാൽ ഹറാമാണ്. ഗർഭിണി പെണ്ണിനെങ്കിലും എത്തിയട്ടെ, ഈ നാരങ്ങ നീര് 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കുമല്ലോ, ആ ചുറ്റിക്കുന്നത് 3 തന്നെയാകണം. 3-ൽ കൂടിയാൽ ഹറാമ്, 3-ൽ കുറഞ്ഞാൽ കറാഹത്തുമാണ്. അങ്ങനെ എന്തെല്ലാം ആധുനിക സിദ്ധാന്തങ്ങൾ, നമ്മുടെ എന്തൊരു വൈവിധ്യമാർന്ന മതചടങ്ങുകളാണല്ലേ നമുക്കൊക്കെ ഉള്ളത്. അപ്പൊ അതിനകത്തും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്ലാവില മലന്ന് വീണാല് ആൺകുട്ടിയും അല്ലാതെ കമന്ന് വീണ പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതെ, പ്ലാവില മലന്ന് വീണ ആൺകുട്ടി, കമന്ന് വീണ പെൺകുട്ടി, ഇത് രണ്ടും അല്ലാതെ ഇങ്ങനെ കുത്തനെയാണ് വീണെങ്കിൽ ആണും പെണ്ണും കെട്ട വേറൊരു ജാതിയായിരിക്കും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പുതിയ ടെക്നോളജി. ശാസ്ത്രമേ നീ എത്ര സത്യം. വീട്ടിലേക്കകത്ത് നെയ്യപ്പം, കരി, നാണയം, മൈലാഞ്ചി, മുല്ലപ്പൂവ് ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ 7 കന്യകയായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് കൊടുത്തത്. അതെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സന്താനലബ്ധി എന്നുള്ളത്. അതിന്റെ വില അറിയണമെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ മുഖവും അവരുടെ വാക്കും കേട്ടാൽ മതി. കാലം എത്ര കഴിഞ്ഞ് ഇനി ഏത് ഹോസ്പിറ്റലിൽ പോകണം, ആരോട് ദുആ ചെയ്യാൻ പറയണമെന്നറിയാതെ നിസ്സഹായരായി കരഞ്ഞുപോയി നടക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയോ? അവർക്കിടയിലാണ് അള്ളാഹു ഇത്രയും ഒരു അനുഗ്രഹം നമുക്ക് നൽകുന്നത്, സന്താനലബ്ധി എന്നുള്ളത്. അതിന്റെ അടയാളം നമ്മൾ കണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞ കാലം മുതൽ തികച്ചും അള്ളാഹുവിൽ അർപ്പിതമായി അള്ളാഹുവിന്റെ സ്മരണാർത്ഥം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ പണാധിപത്യത്തിന്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന അനാചാരം ഇത് മറ്റുള്ളവരും അനുവർത്തിക്കേണ്ട ഒരു സമൂഹം മുഴുവനും ഏറ്റെടുക്കേണ്ടി വരും. കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തോ മോശമാണ്, ഒന്നും അവർക്ക് പോക്കില്ലാത്തവരാണ്, അവർ തീരെ പോരാത്തവരും പറ്റാത്തവരുമാണ് എന്ന് സമൂഹം വിലയിരുത്തി കളയും. ഇന്ന് പലതിന്റെ പേരിലും അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് സസ്നേഹം പറയാണ്, നിങ്ങൾ തലമറച്ചിട്ടുണ്ടല്ലോ, അവിടെ പർദ്ദ ധരിച്ചവരുണ്ടല്ലോ, പൂർണ്ണമായി അവർത്ത് മറച്ചവരുണ്ടല്ലോ, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇതൊക്കെ അനുവർത്തിക്കുന്നത്? നിങ്ങളുടെ പരിശുദ്ധമായ ഇസ്ലാം അത് പറഞ്ഞതിന്റെ പേരിലല്ലേ? അങ്ങനെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഭാഗികമായി മാത്രം അനുസരിക്കുകയും പൂർണ്ണമായി അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കുകയും ബാക്കി കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ സ്വയമായി നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേര് മുസ്ലിം എന്നല്ല കേട്ടോ. നമ്മുടെ പേര് മുസ്ലിം എന്നല്ല, വേറെ എന്തോ ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇപ്പൊ ഈ ചെയ്ത പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇത് അള്ളാഹുവിന്റെ ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? പരിശുദ്ധമായ ഖുർആനിലോ തിരിച്ചറിയില്ലോ പോട്ടെ, ഏതെങ്കിലും മഹത്തുക്കളായ ആളെങ്കിലും ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ ദീനില്ലാത്ത കാര്യങ്ങൾ. ഇതിന്റെ പേരിൽ എന്തെല്ലാം വിശ്വാസങ്ങളാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്നത്? നെയ്യപ്പം പോന്തി വന്നാൽ, നെയ്യപ്പം പൊട്ടിപ്പോയാൽ, കേവലം ഒരു പ്ലാവല അത് നിലത്തി വീഴുമ്പോൾ മലന്നാണോ കമന്നാണോ വീണതെന്ന് നിങ്ങൾ നിർണ്ണയിക്കണം. ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ആരാണ്? അവനെ സംരക്ഷിക്കുന്നവൻ ഖാലിഖായ റബ്ബാണ്. ആ ബീജത്തുള്ളി ഗർഭാശയത്തിലേക്ക് ചെന്ന് ചേർന്നതിന് ശേഷം ആണാണോ പെണ്ണാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത് സുട്ടാവായ പടച്ചതമ്പുരാനാണ്. ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പോലും നിഷേധിക്കുന്ന രൂപത്തിൽ വെറും അന്ധവിശ്വാസികളായി നിങ്ങൾ ഈ മാറുന്ന കണ്ടിട്ട് വല്ലാത്ത ലജ്ജ തോന്നുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കുക എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, പൊതുസമൂഹം മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നല്ല കർമ്മം, ഏറ്റവും സന്തോഷകരമായ ഒരു കർമ്മം നമ്മൾ അതിന്റെ പേരിൽ ഒത്തുകൂടുമ്പോൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം അള്ളാഹുവിന്റെ ദീനില്ലാത്ത ഇത്തരം തോന്നിവാസങ്ങൾക്ക് നമ്മൾ ചൂട്ടുപിടിക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന ഈ അനാചാരങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും അടുത്ത തലമുറകൾ ഇത് ഏറ്റെടുത്താൽ നിങ്ങൾ കബറിൽ കിടന്നാലും ഇതിന്റെ അദാബ്, ഈ ചെയ്തു വെച്ച തോന്നിവാസത്തിന്റെ പരിണിത ഫലം നിങ്ങളൊന്നും അനുഭവിക്കാൻ പോകില്ല.
ഒരാളൊരു നന്മ ഒരു സമൂഹത്തിൽ പഠിപ്പിച്ചാൽ ആ നന്മ പിന്നീട് കൈമാറ്റം ചെയ്യപ്പെടും തോറും അയാൾ മരണപ്പെട്ട് കാലാന്തരം കഴിഞ്ഞാലും ആ നന്മ സമൂഹത്തിൽ പടരുന്ന കാലത്തോളം അയാളുടെ ഖബറിലേക്ക് അനന്തമായി അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നാലോ നമ്മളൊരു തിന്മ തുടങ്ങി വെച്ചാൽ അത് സമൂഹത്തിൽ പടർന്നു പന്തലിച്ചാൽ അത് എത്ര കാലം അതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുവോ അത്രയും കാലം പാപത്തിന്റെ പങ്ക് നമ്മൾ ഖബറിൽ കടന്ന് അനുഭവിക്കേണ്ടത്. ഞാനിത് മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം അനാചാരങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം. അല്ലാഹു റസൂൽ എന്താണോ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അത് നമ്മൾ അനുവർത്തിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 സംവത്സര കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും നബി തങ്ങൾ പറയാതെ വിട്ടിട്ടില്ല. എന്ത് ഗുണമുള്ള പ്രതിഫലമുള്ള കാര്യമാണെങ്കിലും നന്മയാണെങ്കിലും നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം തിന്മകൾക്ക് ഒരിക്കലും നമ്മൾ ചൂട്ടുപിടിക്കാൻ പാടില്ല. നമ്മളിത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ സമൂഹമായിട്ട് നമ്മൾ ആക്ഷേപിച്ചാൽ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ പൊരുത്തമാണ് പൊരുത്തം. പടച്ച സുത്താവായ പടച്ച തമ്പുരാന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്. പല കാര്യങ്ങളും ഫാമിലി ഗ്രൂപ്പിൽ അവരോടൊപ്പം നമ്മൾ കൂടാത്തതിന്റെ പേരിൽ നമ്മളെ ഒറ്റക്കിട്ട് ആക്ഷേപിക്കുകയും തോന്നിവാസം പറയുകയും കുടുംബത്തിൽ നമ്മളെ ആട്ടിയകറ്റുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുടുംബക്കാരും നമ്മളുമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരുന്നാൽ മതി. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാതിരുന്നാൽ മതി. ജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് വിലയിരുത്തിക്കോട്ടെ, എന്ത് മനസ്സിലാക്കട്ടെ, ഒന്നും വിഷയമല്ല. അള്ളാന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത്തരം തിന്മകൾ ഏത് സമൂഹത്തിൽ, ഏത് നാട്ടിൽ, ഏത് കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി നമുക്കതിനെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനോട് കൂറുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടെങ്കിലും പ്രതിഷേധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.